നമസ്കാരം. കേരളത്തിൽ പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് മനോരമ ന്യൂസ് സീ വോട്ടർ എക്സിറ്റ് പോൾ ഫലം. ആകെയുള്ള 140 സീറ്റുകളിൽ 82 മുതൽ 94 സീറ്റുകൾ വരെ നേടി UDF ഉജ്ജ്വല വിജയം കൈവരിക്കുമെന്നാണ് പ്രവചനം. ഭരണകക്ഷിയായ LDF 44 മുതൽ 56 സീറ്റുകളിലേക്ക് ഒതുങ്ങുമ്പോൾ BJP നേതൃത്വം നൽകുന്ന NDA 1 മുതൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാം. വോട്ട് വിഹിതത്തിലെ മാറ്റം. ഇത്തവണ വോട്ട് വിഹിതത്തിൽ UDF വലിയ മുന്നേറ്റമാണ് നടത്തിയത്. UDF 43%, അതായത് 3% വർദ്ധിച്ചു. LDF 38%, 7% കുറവ്. NDA 14%, 3% വർധനവ്. മേഖലാ അടിസ്ഥാനത്തിലുള്ള വിശകലനം ഇങ്ങനെ. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് UDF തരംഗം ആഞ്ഞുവീശുന്നത്. വടക്കൻ കേരളം 48 സീറ്റുകൾ, UDF 33 മുതൽ 37 വരെ സീറ്റുകൾ തൂത്തുവാരുമെന്ന് പ്രവചിക്കുന്നു. LDF 11 മുതൽ 15 സീറ്റുകളിൽ വരെ ഒതുങ്ങിയേക്കാം. മധ്യ കേരളം 53 സീറ്റുകളാണ് നേടാൻ സാധ്യതയുള്ളത്. UDF 31 മുതൽ 35 സീറ്റുകൾ വരെ നേടിയേക്കാം. എറണാകുളത്തും കോട്ടയത്തും UDFന് വൻ ആധിപത്യമാണ് പ്രവചിക്കുന്നത്. തെക്കൻ കേരളം 39 സീറ്റുകൾ. ഇവിടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. UDF 18 മുതൽ 22 വരെ സീറ്റുകൾ നേടിയേക്കാം. LDF 15 മുതൽ 19 സീറ്റുകളിലും NDA 1 മുതൽ 3 സീറ്റുകളിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. ഹോട്ട് സീറ്റുകളിലെ പ്രവചനം ഇങ്ങനെയാണ്. മുന്നേറ്റം പ്രവചിക്കപ്പെടുന്ന പ്രധാന മണ്ഡലങ്ങൾ. UDF മേൽക്കൈ. പാലായിൽ മാണി സി കാപ്പൻ, എതിരാളി ജോസ് കെ മാണിയാണ്. തൃത്താലയിൽ VT ബൽറാം, എതിരാളി MP രാജേഷാണ്. പാലക്കാട് രമേശ് പിഷാരടി, എതിരാളി ശോഭാ സുരേന്ദ്രനും NMR റസാഖുമാണ്. തവനൂരിൽ VS ജോയിയാണ്, എതിരാളി KT ജലീൽ. പേരാവൂരിൽ സണ്ണി ജോസഫാണ്, എതിരാളി KK ശൈലജ. ഇടുക്കിയിൽ റോയ് K പൗലോസാണ്, എതിരാളി റോഷി അഗസ്റ്റിനാണ്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫാണ്, എതിരാളി K സുരേന്ദ്രനാണ്. തൃശൂർ, കണ്ണൂർ UDFന് നേരിയ മുൻതൂക്കമുണ്ട്. LDF മേൽക്കൈ. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, എതിരാളി ജ്യോതികുമാർ ചാമക്കാല. കളമശ്ശേരിയിൽ P രാജീവ്, എതിരാളി VA അബ്ദുൾ ഗഫൂറാണ്. തളിപ്പറമ്പിൽ PK ശ്യാമളയാണ്, എതിരാളി TK ഗോവിന്ദനാണ്. കൊട്ടാരക്കര, ആറന്മുള, അമ്പലപ്പുഴ, ബേപ്പൂർ LDFന് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും മത്സരം അതീവ ശക്തമാണ്. ഇനി NDA മേൽക്കൈ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, എതിരാളി V ശിവൻകുട്ടി, KS ശബരിനാഥൻ. നിർണായകമായ മറ്റ് നിരീക്ഷണങ്ങൾ നോക്കാം. ത്രികോണ മത്സരം. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ 3 മുന്നണികൾക്കും ഒരുപോലെ സാധ്യതയുണ്ട്. ഫലം പ്രവചനാതീതമാണ്. ശക്തമായ പോരാട്ടം. KN ബാലഗോപാൽ കൊട്ടാരക്കര, വീണ ജോർജ് ആറന്മുള, മുഹമ്മദ് റിയാസ് ബേപ്പൂർ എന്നീ മന്ത്രിമാർ തങ്ങളുടെ മണ്ഡലങ്ങളിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇനി അട്ടിമറി സാധ്യത. G സുധാകരൻ UDF പിന്തുണയോടെ മത്സരിക്കുന്ന അമ്പലപ്പുഴയിലും CPM വിട്ടവർ UDF സ്വതന്ത്രരായ തളിപ്പറമ്പ് തുടങ്ങിയ ഇടങ്ങളിലും ഫലം നിർണായകമാകും. ജില്ല തിരിച്ചുള്ള ചിത്രം. മലപ്പുറം, എറണാകുളം UDF ഏകപക്ഷീയമായ വിജയം നേടിയേക്കാം. മലപ്പുറത്ത് പൊന്നാനി ഒഴികെ ബാക്കി സീറ്റുകൾ UDF തൂത്തുവാരുമെന്ന് സൂചന. ഇനി കൊല്ലത്തും ആലപ്പുഴയിലും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ ഇത്തവണ വിള്ളൽ വീഴും. കൊല്ലത്ത് UDF വൻ തിരിച്ചുവരവ് നടത്താൻ സാധ്യതയുണ്ട്. തൃശൂരും പാലക്കാടും ഈ ജില്ലകളിൽ LDF ആധിപത്യം തുടരുമെങ്കിലും സീറ്റുകളിൽ കുറവുണ്ടാകും. ഇനി കണ്ണൂരിൽ LDF 6 മുതൽ 8 സീറ്റുകൾ നേടി കരുത്ത് തെളിയിക്കും. എന്നാൽ പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കുമെന്നാണ് പ്രവചനം. ചുരുക്കത്തിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വൻ മുന്നേറ്റവും പുരുഷ വോട്ടർമാരുടെ ഏകീകരണവുമാണ് UDFനെ ഭരണത്തിലേക്ക് നയിക്കുന്നത്.